നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 29-ാം തീയതി 1201 ആണ്ട് കന്നിമാസം 13-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ ഉദയ നക്ഷത്രവും മൂലം നക്ഷത്രമാണ്. ഇന്ന് നല്ല ദിവസമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ മൂലം നക്ഷത്രം തിങ്കളാഴ്ച പൊതുവെ ഒരു ആഴ്ചയുടെ ആരംഭമാണ്. നല്ലൊരു ദിവസം അല്ലെങ്കിൽ നല്ലൊരു മുഹൂർത്തം കിട്ടേണ്ട ദിവസമാണ് തിങ്കളാഴ്ച. കാരണം അടുത്തൊരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രയാണം നമ്മൾ ആരംഭിക്കുന്നത് തിങ്കളാഴ്ചയാണ്. ഒന്ന് ദിവസം കൊള്ളൂല്ലെങ്കിൽ ആ ഒരാഴ്ചയും കഷ്ടപ്പാടിൻ്റെ ആഴ്ചയായിപ്പോവും. അപ്പോൾ നമുക്ക് നല്ലൊരു ദിവസം കിട്ടിയിരിക്കുകയാണ്. നല്ല മുഹൂർത്തമുള്ള ദിവസമാണ് കിട്ടിയിരിക്കുന്നത്. മൂലം നക്ഷത്രം. ഇന്ന് പൂജ വയ്പ്പും കൂടിയാണ്. പൂജ വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നവരാത്രി 9 ദിവസത്തിൽ അവസാനത്തെ 3 ദിവസമാണ്. അതായത് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി 3 ദിവസം വീതം നവരാത്രിയായിട്ട് അമ്മമാർക്ക് എടുത്തിട്ടുണ്ട്. 9 രാത്രിയും ദേവി ഉണർന്നിരിക്കുന്ന നവരാത്രി കാലഘട്ടമാണ്. ഇപ്പോൾ അവസാനത്തെ 3 ദിവസം സരസ്വതി ദേവിക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പൂജ വയ്പ്പ് കഴിഞ്ഞ് വിദ്യാരംഭത്തിന് എല്ലാം പുസ്തകങ്ങളെല്ലാം എടുത്ത് വിദ്യാരംഭം. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥികളാണ്. നമ്മൾ വിചാരിക്കും കുഞ്ഞു മനസ്സുകൾക്ക് അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് മാത്രം വിദ്യ തുടങ്ങുന്നു എന്നല്ല. എല്ലാവർക്കും വിദ്യാരംഭത്തിൻ്റെ ദിവസം തന്നെയാണ് 3 ദിവസം കഴിഞ്ഞ് വിദ്യാരംഭം എന്ന് പറയുമ്പോൾ. കാരണം നമ്മളാരും പൂർണ്ണരല്ല. എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം എന്നുള്ളതൊഴിച്ച് നമ്മളെല്ലാം അജ്ഞരാണ്. ഇപ്പോൾ ജ്യോതിഷ സംബന്ധമായി ഒരു വലിയ കടലാണെങ്കിൽ അതിൻ്റെ കുറച്ച് ഉപ്പുവെള്ളം പറ്റിയിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ ഓരോ വിദ്യകൾ കൈകാര്യം ചെയ്യുന്നവരും അവരെ അറിവിലേക്ക് അഗാധമായി ചെല്ലുമ്പോൾ അവർക്കെല്ലാം ചെറിയ ഒരു ജ്ഞാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ശരിക്ക് പുസ്തകമൊക്കെ നമുക്ക് പൂജ വയ്ക്കാനായിട്ട് നമ്മൾ എന്താണോ നമ്മൾ ചെയ്യുന്ന തൊഴിൽ, പഠിക്കുന്ന കുട്ടികൾ പുസ്തകം വയ്ക്കുമെങ്കിൽ ബാക്കിയുള്ളവർ അവരുടെ പണിയായുധങ്ങൾ അന്ന് വയ്ക്കും. ഒരു ജ്യോത്സ്യം എന്നുള്ള നിലയിൽ ഞാൻ എന്ത് വയ്ക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ കബഡി, അതേപോലെ ശരിക്കും പഞ്ചാംഗങ്ങൾ, ഏതെങ്കിലും ഒരു പുസ്തകം, പിന്നെ എൻ്റെ പ്രധാന ആയുധമാണ് ശരിക്ക് ലെൻസ്, ഹസ്തരേഖ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ്. ഇതെല്ലാമാണ് ഞാൻ പൂജ വയ്പ്പിന് വയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോരുത്തർ ചെയ്യുന്ന ആയുധങ്ങൾ, മറ്റ് ആയുധങ്ങൾ ആയിട്ട് കൈകാര്യം ചെയ്യുന്നവർ ആയുധമായിരിക്കും അവർ വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്ന് പൂജ വയ്പ്പിന് ഉള്ള ദിവസവും കൂടിയാണ്. എല്ലാവരും ശരിക്ക് ഒരു വർഷത്തേക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന വിദ്യ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതിൻ്റെ പൂർണ്ണത ഉണ്ടാവാനും അതിന് ശക്തി പകരാനുമായിട്ട് ദേവിയെ സ്മരിച്ചുകൊണ്ട് ഒരു ദിവസം ഇന്ന് വച്ച് 2 ദിവസം കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ പൂജ എടുക്കും. അപ്പോൾ എടുക്കോടുകൂടി നമ്മൾ ആ ഒരു വർഷത്തേക്ക് എല്ലാത്തിനും ഒരു റെസ്റ്റ് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പൂജ വയ്പ്പെന്ന് പറയുന്നത് ഒരു റെസ്റ്റാണ്. റെസ്റ്റ് കൊടുക്കണമെന്നാണ് എന്തിനും. അത് ആ ദിവസം റെസ്റ്റ് കൊടുത്ത് പ്രാർത്ഥനാ നിരതരായി ഇരിക്കണം. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് നല്ലൊരു ദിവസമാണ് തിങ്കളാഴ്ച. ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശരിക്കും നവരാത്രി സമയവും കൂടി വന്നതുകൊണ്ട് കുറച്ചുകൂടി ഭാഗ്യദായകമാണ്. വീട് വെക്കാനോ വസ്തു മേടിക്കാനോ അതുപോലെ വാഹനം വാങ്ങാനോ മറ്റ് ശുഭകാര്യങ്ങൾക്കോ അനുകൂലപ്രദമാണ്.
ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകണം. രാവുകാല സമയം വരുന്നത് 7:46 തൊട്ടാണ് രാവുകാല സമയം ആരംഭിക്കുന്നത്. 7:46 തൊട്ട് 9:16 വരെ 1.5 മണിക്കൂർ നേരം രാവുകാല സമയമുണ്ട്. ഓരോ ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയവും ഒരു കാര്യത്തിനും എടുക്കരുത്. കാരണം ഒരു ശുഭകാര്യത്തിന് നല്ലതല്ല. അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന പ്രപഞ്ചം അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ്. ആ സമയം അങ്ങ് വിട്ടുകൊടുക്കുക. നമ്മൾ ആ സമയത്തിൽ കൈകടത്താതിരിക്കുക. അത് ഗുളികകാല സമയം വരുന്നത് 3 മണി 1:44 തൊട്ട് 3:14 വരെയും. യമകണ്ഠ കാല സമയം വരുന്നത് 10:45 തൊട്ട് 12:15 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിന് എടുക്കാതിരിക്കുക. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അല്ലാതെ തന്നെ മുഹൂർത്തമുള്ള ദിവസമാണ്. അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് അന്ന് 11:51 തൊട്ട് 12:39 വരെ 48 നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. ശരിക്ക് വെളുത്ത വസ്ത്രമോ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ വസ്ത്രധാരണത്തിൽ അല്ലെങ്കിൽ ഈ കളറുകളോ ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്നത് ഭാഗ്യദായകമായി തീരും. ഇപ്പം എല്ലാവർക്കും സരസ്വതി ദേവിയുടെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.